ഇപ്പോൾ ഞാൻ കുറേ അനക്ഡോട്ട്സ് ഈ വെളിച്ചപ്പാടിന വരിയിൽ പറഞ്ഞിട്ടുണ്ട്, പലരുടെയും അനുഭവങ്ങളും കാര്യങ്ങളും പറഞ്ഞു. സരി, ആ പ്രോഗ്രാമിൻ്റെ ഒരു നേച്ചർ, അങ്ങനെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു നേച്ചർ അതായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സയൻസുമായിട്ടല്ല ബന്ധമാണ്. അടുത്ത DC ബുക്സുകാരനെ ഒരു 26-ാം തീയതി കൊല്ലത്ത് ഒരു പുസ്തകമേള ഉദ്ഘാടനത്തിന് വിളിച്ചു. അപ്പം ഞാൻ ചോദിച്ചു എന്നാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ രാവിലെ ഞാനൊരു 20-25 മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്യുന്ന ദൂരമാണ്. വൈകുന്നേരം ആകുമ്പോൾ 1 മണിക്കൂറൊക്കെ എടുക്കും, ഭയങ്കര തിരക്കായിരുന്നു. അങ്ങോട്ട് പോകാമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി വരാം, ക്രിസ്മസ് അവധി സമയമാണല്ലോ. അപ്പോൾ പുള്ളി എൻ്റെ വിളിച്ചു, ശരി സാറ് വരിക, സന്തോഷം. ഒരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ പറഞ്ഞു ചോദിക്കും. ഈ നിലവിളക്ക് കൊളുത്തുന്നതിന് സാറിന് ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വേറെ ഈ അറഞ്ചും പുറഞ്ചും എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല. അപ്പോഴേ അങ്ങ് പറഞ്ഞാൽ ഇനിയിപ്പോൾ വേറെ എന്താ ബുദ്ധിമുട്ടുണ്ട്? കുഴപ്പമില്ല സാറ് അത് നാട മുറിച്ചാൽ മതി. അപ്പോഴേ സെറ്റിലാക്കുക. ഒരു കാര്യം പറയാനുള്ള കാര്യം അപ്പോഴേ പറയുക. പ്രാർത്ഥന നടക്കുന്നു, അവിടെ ഇരിക്കുക, ആരും പിടിച്ചെഴുന്നേൽപ്പിക്കൊന്നുമില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ചില അണ്ണന്മാർ അതിൻ്റെ ഈർഷ്യയൊക്കെ കാണിക്കാനായിട്ട് മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് ചിലപ്പോൾ ചില പുളിച്ചു തേട്ടലൊക്കെ നടത്തിന്നിരിക്കും. നല്ല ഒന്നാന്തരം മരുന്നുമായിട്ട് പോയാൽ മതി, നമുക്ക് അവസരം കിട്ടുകയാണെങ്കിൽ. എപ്പോഴും ഒരു കാര്യങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പോവുക. ഏറ്റവും എളുപ്പം ഒരു കാര്യം ചെയ്യാതിരിക്കുക, ഇതിൻ്റെ ഏറ്റവും എളുപ്പമാർഗം അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മെഡിറ്റേഷൻ ചെയ്താൽ കോൺസെൻട്രേഷൻ വർദ്ധിക്കും എന്നതിന് ശാസ്ത്രീയതയുണ്ടോ? സൈക്കോളജി എത്രമാത്രം ശാസ്ത്രീയം? സൈക്കോളജി എത്രമാത്രം ശാസ്ത്രീയ, അതൊക്കെ വളരെ ഗ്രേ ഏരിയാസ് ഒരുപാടുണ്ട്. സൈക്കോളജി ചിലർ അത് ഇന്നത്തെ അമേരിക്കൻ സൈക്കോളജിയൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ അത് ഒരുപാട് ശാസ്ത്രീയമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഫ്രോയിഡിൻ്റെ കണക്ക് ഈഗോ, സൂപ്പർ ഈഗോ അങ്ങനെയുള്ള സാധനം വെച്ചുള്ള കളിയൊന്നുമല്ല. പങ്കിലങ്കാട്, പിന്നെ കോരകൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കളികളൊന്നുമല്ല. അത് പ്രധാനമായിട്ട് എങ്ങനെയാണ് ന്യൂറൽ ആക്ടിവിറ്റി തിരിച്ചറിയുന്ന fMRI ഇമേജുകൾ, സ്കാനുകൾ, അതിനെയൊക്കെ ആശ്രയിച്ചാണ് ഈ മോഡേൺ സൈക്കോളജി പോകുന്നത്. അപ്പോൾ അത് കൂടുതൽ ശാസ്ത്രത്തോട് അടുക്കാൻ, സ്വന്തം നിലയിൽ സൈക്കോളജി ഒരു ശാസ്ത്രം ആണെന്ന് നമുക്ക് സംശയം ഉണ്ടാകുമെങ്കിലും ശാസ്ത്രത്തിൻ്റെ ടൂളുകൾ കൂടുതൽ ഉപയോഗിക്കുന്നതനുസരിച്ച് അതിന് കൂടുതൽ വ്യക്തതയും കൃത്യതയും ഉണ്ടാകും എന്നാണ് പറയുന്നത്. സൈക്കോളജി ചിലപ്പോൾ വളരെ ഫിക്ഷൻ മോഡൽ പോകുന്നതാണ്. ഈ ഫ്രോയിഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫിക്ഷൻ ലെവലിലാണ് പോകുന്നത്. അത് ഞങ്ങൾ ലിറ്ററേച്ചർ ക്ലാസ്സിലാണ് ഫ്രോയിഡിനെ ഇപ്പോൾ പഠിപ്പിക്കുന്നത്. അപ്പം അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത്. പിന്നെ മെഡിറ്റേഷൻ ചെയ്താൽ കോൺസെൻട്രേഷൻ വർദ്ധിക്കുമോ? കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കും. കോൺസെൻട്രേഷൻ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊന്നും ചെയ്യാതിരിക്കുക, ഏക കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക എന്നുള്ള. അത് എങ്ങനെയാണോ നിങ്ങൾ ഒരു സിനിമ ഇരിക്കുമ്പോൾ നിങ്ങൾ പുറത്ത് മഴ പെയ്യുന്ന അറിയാതിരിക്കുന്നത്, സിനിമയുടെ ആക്ഷനിൽ നിങ്ങൾ വളരെ ഉൾച്ചേർന്നിരിക്കുമ്പോൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ അയ്യോ ഇത്രയും മഴയായിരുന്നു എന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധകളെല്ലാം സിനിമയിലെ ആ ആക്ഷനിലേക്ക് പോവുകയാണ്. അതുപോലെ മറക്കാനായിട്ട് നിങ്ങൾ സിനിമ കാണാറുണ്ട് അല്ലേ?